പാലക്കാട് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് 62.02% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് തത്സമയ വിവരങ്ങൾ നൽകാൻ. ആദ്യം മനു മാടപ്പാടും സിജു കണ്ണനും ചേരുകയാണ്. ഇരുവരുമുള്ളത് മാത്തൂരിലാണ്. മനു, അവസാനത്തെ മണിക്കൂറാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഈ 5 മണിയിലേക്ക് കടക്കുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് പൊതുവിലെങ്കിലും അവസാന മണിക്കൂറിലെ ഒരു ട്രെൻഡ് കാഴ്ച അതൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും മസിദ പറഞ്ഞതുപോലെ അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഇനി 58 മിനിറ്റുകൾ മാത്രമാണ് പാലക്കാടിന്റെ ജനവിധി എഴുതുന്നത് അവസാനിക്കാൻ ബാക്കിയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചെങ്ങണിയൂർ AUP സ്കൂളിന്റെ മുൻപിലാണ്. ഇവിടെ 145 മുതൽ 51 വരെയുള്ള ബൂത്തുകളാണ് ഇവിടെയുള്ളത്. ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ അവസാന മിനിറ്റുകളിൽ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പോളിംഗ് വീണ്ടും ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുമ്പോൾ എന്നോടൊപ്പം 2 പേരുണ്ട്. ഒരു അച്ഛനും ഒരു അമ്മയുമുണ്ട്. 2 പേരും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടെ ചിരിച്ചു പിടിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പേരെന്താ? മാധവൻ. എത്ര വയസ്സുണ്ട്? 87 വയസ്സുണ്ട്. അപ്പൊ ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഇന്നും വോട്ട് ചെയ്യണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചുറച്ചിരുന്നു വോട്ട് ചെയ്യാൻ വരുമെന്ന്. തിരക്കുണ്ടായിരുന്നോ? ഇല്ല, സുഖമായിട്ട് വോട്ട് ചെയ്തു. എല്ലാ തവണയും വോട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമാണ്. അത് ഉറപ്പായിട്ടും നിർവഹിക്കും അല്ലേ? വലിയൊരു ഉത്തരവാദിത്വമാണ് ആണല്ലേ? എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും വരാറുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം തീരെ വയ്യാത്തതുകൊണ്ട് മാത്രം കഴിഞ്ഞ ഇത് വന്നില്ല. എല്ലാ വർഷവും ഇത്തവണ എന്താ വൈകുന്നേരത്തേക്ക് വെയിറ്റ് ചെയ്തത്? കുറച്ച് ആൾ തിരക്ക് കുറവായിട്ട് പിന്നെ വെയിൽ കൂടുമ്പോൾ ആൾക്ക് ക്ഷീണം വരും. അതുകൊണ്ട് അപ്പോൾ വെയിൽ കുറയാൻ വേണ്ടി കാത്തിരുന്നാണോ? നന്നായിട്ട് വന്ന് വോട്ട് ചെയ്തു. ഞാൻ അമ്മയോട് ചോദിക്കട്ടെ, എന്താ അമ്മയുടെ പേരെന്താ? ശ്രീദേവി അമ്മ. വോട്ട് ചെയ്തോ? എങ്ങനെ ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ വന്നിട്ട്? തിരക്കുണ്ടായിരുന്നോ? സ്വന്തം എല്ലാ തവണയും ഇങ്ങനെ വോട്ട് ചെയ്യാൻ വരാറുണ്ട്? അതും മുടക്കാറേ ഇല്ല. കഴിഞ്ഞ തവണയും വന്നിരുന്നോ? അച്ഛൻ വന്നില്ലെന്ന് പറഞ്ഞു. അമ്മ എല്ലാ വോട്ടും ചെയ്തു, ഒന്നും മിസ്സാക്കിയിട്ടില്ല. അതങ്ങനെ ഒരു തീരുമാനമുണ്ടോ? അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, അത് ചെയ്യണമെന്ന് തോന്നാറുണ്ടോ? നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. നോക്കൂ, ആ പ്രായത്തിലും എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞു വെക്കുന്നത്. അത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇതിലും വലിയ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടാനില്ല. നല്ല രീതിയിൽ പറയുന്നുണ്ടല്ലോ ഏതായാലും അമ്മേ ആ കൈയൊന്ന് വിരലൊന്ന് ഉയർത്തി കാണിച്ചേ. കാരണം വോട്ട് ചെയ്യാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ഈ ചെറിയ പ്രായത്തിലുള്ളവരൊക്കെ വോട്ട് ചെയ്യാൻ മടിയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ നോക്ക്, അമ്മ വോട്ട് ചെയ്തതിന്റെ അടയാളം കണ്ടോ? മഷി പുരട്ടിയേക്കുന്ന കണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ അവകാശം നിർവഹിച്ചതിന്റെ സന്തോഷവും അഭിമാനവുമാണ് ആ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു വലിയ സന്ദേശമാണ് നമ്മളോട് നൽകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോയി. സന്തോഷം കേട്ടോ. സന്തോഷം. വോട്ട് ചെയ്തത് അതിനൊന്നും ഒരു മാറ്റവും ഇല്ലല്ലേ? സ്ഥിരമായി ചെയ്യുന്നേ? സ്ഥിരമായി ചെയ്യുന്നുണ്ട്, അപ്പോഴും ചെയ്യും. മുമ്പേ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ അപ്പൊ പൊക്കോട്ടെ ഞങ്ങള്. ശരി. അപ്പോൾ അതാണ് സിജു. ഒരാൾക്ക് 87 വയസ്സുണ്ട്, മറ്റേയാൾ ഏകദേശം അതിനടുത്ത് തന്നെ പ്രായമുണ്ട്. പക്ഷേ അവരുടെ ഒരു ഉത്തരവാദിത്വ ബോധം നമ്മൾ നിൽക്കുന്ന സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കടമയാണ് എന്ന ബോധ്യത്തിൽ വരുന്നത് കണ്ടു. ഒരുപക്ഷെ സിജു ചോദിച്ചതുപോലെ പലരും വോട്ട് ചെയ്യാനൊക്കെ മടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ളൊരിടത്ത് ഇതൊരു വലിയ മാതൃകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ വലിയ ഉത്സവത്തെ വ്യത്യസ്തമാക്കുന്നത്. ഏതായാലും പോളിംഗ് പെർസെൻറ്റേജ് ഇവിടെ സ്വാഭാവികമായി ഉയരാനുള്ളൊരു സാധ്യത തന്നെ നമ്മൾ കാണുകയാണ്. അവസാന മണിക്കൂറുകളിലേക്ക് പോകുമ്പോൾ ആളുകൾ കൂടുതലായി ബൂത്തുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അത് തന്നെയാണ്. ഇതാ പതിയെ ആളുകളൊക്കെ പുറത്തു നിന്ന് അകത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അസിത പറഞ്ഞതുപോലെ പോളിംഗ് പെർസെൻറ്റേജിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള ഒരു പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ആദ്യഘട്ടത്തിൽ രാവിലെ പുലർച്ചെ നല്ല രീതിയിൽ തന്നെ ആളുകൾ ബൂത്തുകളിലേക്ക് വന്നിരുന്നു. പക്ഷേ അതിനുശേഷം ഒന്ന് മന്ദഗതിയിലാകുന്നു നമ്മൾ കണ്ടു. കാരണം വേറെ ഒന്നുമല്ല, പാലക്കാടിൻ്റെ ഒരു പൊതുവായ കാലാവസ്ഥ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 11 മണിക്ക് ശേഷം പോളിംഗ് മെല്ലെ ഒന്ന് ഡൗൺ ആവുകയായിരുന്നു, മന്ദഗതിയിലാവുകയായിരുന്നു. ആ സമയത്ത് പക്ഷേ ആളുകൾ ബൂത്തിലേക്ക് വരുന്നത് കുറവായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ആശങ്കപ്പെട്ടിരുന്നു, കഴിഞ്ഞ തവണത്തെ അത്രയും പോലും ഇത്തവണ പോളിംഗ് പെർസെൻറ്റേജ് എത്തില്ല എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ 65.34% പോളിംഗ് എത്തിയിരിക്കുകയാണ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 65.34% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 5 മണിയാകുമ്പോൾ അതിന്
നഗരസഭയുടെയും പഞ്ചായത്തുകളുടെയും കണക്കെടുക്കുകയാണെങ്കിൽ പാലക്കാട് നഗരസഭയിൽ 65.32% വോട്ട് രേഖപ്പെടുത്തി, കണ്ണാടി പഞ്ചായത്തിൽ 63.22% വോട്ട് രേഖപ്പെടുത്തി, മാത്തൂർ പഞ്ചായത്തിൽ 63.48% പേർ വോട്ട് രേഖപ്പെടുത്തി, പിരായിരി പഞ്ചായത്തിൽ 65.44% വോട്ട് രേഖപ്പെടുത്തി. 2021 അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സമയത്ത് 66.47% വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. അതായത് ഏകദേശം ഒരു 1.13% കുറവ് മാത്രമാണ് ഈ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിജു കൂടിയുണ്ട്. സിജു, അതായത് നമ്മൾ ഒരു ആശങ്കയുണ്ടായിരുന്നു, ഈ കഴിഞ്ഞ തവണത്തെ അത്രയും പോളിംഗ് ശതമാനം എത്തില്ല എന്നൊരു വേളയിൽ നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 1 point സംതിങ്ങിന്റെ മാത്രം വ്യത്യാസമുള്ളൂ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ അതേ ശതമാനത്തിലേക്ക് തന്നെ പോളിംഗ് പെർസെന്റേജ് തൊടുമെന്ന് തോന്നുന്നു. ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ അതിനടുത്ത് തന്നെ പോളിംഗ് ശതമാനം വരും എന്നാണ് ഈ നിമിഷത്തെ ഒരു കണക്കിൽ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ മനു പറഞ്ഞ കണക്ക് എത്രയാണ്? 65%. 65% കഴിഞ്ഞ തവണത്തെ പോളിംഗ് 75.27%. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ തവണ ഈ സമയമാകുമ്പോൾ 66% രേഖപ്പെടുത്തിയിരുന്നു. ഒരു ചെറിയ വ്യത്യാസം. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പക്ഷേ അത് അപ്ഡേറ്റ് ചെയ്യുന്നതിലൊക്കെ ചെറിയ കാലതാമസം ഉണ്ടാകാം. പക്ഷേ ഇനി 1 മണിക്കൂർ കൊണ്ട് ഈ അപ്ഡേഷൻ കൂടി കഴിയുമ്പോൾ 10% മുകളിൽ പോളിംഗ് 1 മണിക്കൂർ കൊണ്ട് രേഖപ്പെടുത്തണം. ഞാൻ ഇന്ന് ഉച്ച മുതൽ പറയുന്ന ഒരു ആശങ്ക 51 മിനിറ്റേ ഉള്ളൂ. ഈ 51 മിനിറ്റിനകത്ത് അത് സാധ്യമാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പാലക്കാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ 75.27% എന്ന നാഴികക്കല്ല്. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് റെക്കോർഡ് ഭൂരിപക്ഷം 1960 പിറന്നത് 80 കടന്നത്. അതിനുശേഷം ഒരിക്കൽ പോലും 80 കടന്നിട്ടില്ല. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്നത് 75 എത്തുമോ എന്നുള്ളതാണ്. ഏതായാലും ഇനി 50 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് കാത്തിരിക്കാം.